ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് വിജയോത്സവം 2026 എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത്. ചടങ്ങിൽ വെച്ച് കഴിഞ്ഞ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിച്ചു. ഇതോടൊപ്പം 170ഓളം കുട്ടികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. ഏലപ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സുമനസ്സുകളുടെ സഹായത്തോടെയാണ് ഒരു വാർഡിൽ നിന്നും 10 പേർക്ക് വീതം പഠനോപകരണങ്ങൾ നൽകിയത്. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥി തലമുറയുടെ കാര്യശേഷിയും കർമ്മശേഷിയും അവരുടെ ചിന്താശേഷിയും ഭൗതിക തലങ്ങളിൽ അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ ഇതെല്ലാം നാടിന്റെ പുരോഗതിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ആ തരത്തിൽ ഏലപ്പാറയിലെ പുതിയ തലമുറ തങ്ങളുടെ കഴിവുകൾ നല്ല വിധത്തിൽ വിനിയോഗിക്കുന്നതിന് വേണ്ടി പഠിക്കുവാൻ ലഭ്യമാകുന്ന അവസരം വേണ്ട വിധത്തിൽ ക്രമപ്പെടുത്താൻ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ജനങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള ഒരു വലിയ സഹകരണം ഉറപ്പുവരുത്തുകയായിട്ടാണ് ഈ പ്രോജക്റ്റ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹങ്ങളുടെ പങ്കുവച്ചിട്ടുള്ള ആശയം അംഗൻവാടി മുതൽ IAS വരെ എന്നൊക്കെയാണ്. എന്നുവെച്ചാൽ ഏറ്റവും താഴെ തലം മുതൽ ഏറ്റവും മുകൾ തലം വരെ ഒരു കുട്ടിക്ക് പഠിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുക, അതിനനുസരിച്ച് വേണ്ടുന്നതായിട്ടുള്ള ഭൗതിക പശ്ചാത്തലം ഒരുക്കുക എന്നുള്ളതാണ്. ഇതോടൊപ്പം ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കാൻ പോകുന്ന പുതിയ പദ്ധതിയായ അംഗൻവാടി മുതൽ IAS വരെ എന്ന പ്രൊജക്ടിന്റെ ലോഗോ പ്രകാശനവും മുഖ്യ പ്രഭാഷണവും കാസർഗോഡ് കളക്ടറും പ്രദേശവാസിയുമായ അർജുൻ പാണ്ഡ്യൻ IAS നിർവഹിച്ചു. ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉമർ ഫാറൂഖ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഏലപ്പാറ.